ഹലോ എവരി വൺ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻഫിനൈറ്റ് ഫോർ ലൂപ്പ് എന്നുള്ള ഒരു കോൺസെപ്റ്റാണ്. C# പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്ത് യൂസ് ചെയ്യുന്ന ഇൻഫിനൈറ്റ് ഫോർ ലൂപ്പ്. അത് നമ്മൾ ഫോർ ലൂപ്പ് ഡിസ്കസ് ചെയ്തിരുന്നു, അതേപോലെ തന്നെ നെസ്റ്റഡ് ഫോർ ലൂപ്പൊക്കെ ഡിസ്കസ് ചെയ്തിരുന്നു. അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് വരുന്ന അതിൻ്റെ തേർഡ് ടൈപ്പ് ഫോർ ലൂപ്പാണ് ഈ ഇൻഫിനൈറ്റ് ഫോർ ലൂപ്പ് എന്ന് പറയുന്നത്. ആദ്യം തന്നെ നമ്മൾ ഫോർ ലൂപ്പ് എന്താണെന്നൊക്കെ നമ്മൾ വേറെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ കോൺസെപ്റ്റൊക്കെ അറിയുമായിരിക്കും. അതറിയാത്തവർ ആ വീഡിയോ വാച്ച് ചെയ്തിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ ഇൻഫിനൈറ്റ് ഫോർ ലൂപ്പിൻ്റെ കേസ് വരുമ്പോൾ നമ്മൾ മറ്റ് ഫോർ ലൂപ്പിലൊന്നും യൂസ് ചെയ്തിരുന്ന പോലെ ഒരു ഇനീഷ്യലൈസേഷൻ കൊടുക്കുന്നില്ല. അതായത് ഇപ്പോൾ i=1 j=0 എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ടായിരുന്നു, കണ്ടീഷനകത്ത് ഒരു ഇനീഷ്യലൈസേഷൻ കൊടുക്കാറുണ്ടായിരുന്നു, എന്തെങ്കിലും ഒരു സ്റ്റാർട്ടിംഗ് ആയിട്ട് നമുക്ക് ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ ഇൻഫിനൈറ്റ് ഫോർ ലൂപ്പിൻ്റെ അകത്ത് അതിൻ്റെ ആവശ്യമില്ല. അതുപോലെ തന്നെ നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്യാറുണ്ടായിരുന്നു. ഇപ്പോൾ i<10 ഓർ j<5 എന്നൊക്കെ പറഞ്ഞിട്ട് പല ടൈപ്പിലുള്ള കണ്ടീഷൻസ് നമ്മൾ മറ്റ് ടൈപ്പിലുള്ള ഫോർ ലൂപ്പുകളിലൊക്കെ യൂസ് ചെയ്തിരുന്നു. എന്നാൽ ഇൻഫിനൈറ്റ് ഫോർ ലൂപ്പിനകത്ത് അതും യൂസ് ചെയ്യുന്നില്ല. പിന്നെ നമ്മൾ മറ്റ് ഫോർ ലൂപ്പുകളിലൊക്കെ യൂസ് ചെയ്തിരുന്ന ഇൻക്രിമെൻ്റ് ഓപ്പറേഷൻസ് ഓർ ഡിക്രിമെൻ്റ് ഓപ്പറേഷൻസ്, അത്തരം ഓപ്പറേഷൻസ് ഒന്നും നമ്മൾ ഇൻഫിനൈറ്റ് ഫോർ ലൂപ്പിനകത്ത് യൂസ് ചെയ്യുന്നില്ല. പിന്നെ എന്താണ് ഈ ഇൻഫിനൈറ്റ് ഫോർ ലൂപ്പിനകത്ത് യൂസ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ ജസ്റ്റ് ഒരു 2 സെമികോളൻ, അതായത് ഡബിൾ സെമികോളനാണ് ഈ ഫോർ ലൂപ്പിനകത്ത് ജസ്റ്റ് യൂസ് ചെയ്യുക. അല്ലാതെ ഇനീഷ്യലൈസേഷൻ, അതുപോലെ തന്നെ കണ്ടീഷൻ, അതുപോലെ തന്നെ ഇൻക്രിമെൻ്റ് ഡിക്രിമെൻ്റ് എന്നൊന്നും പറഞ്ഞ് കൊടുക്കുന്നില്ല. ഒരു ഡബിൾ സെമികോളൻ കൊടുക്കും. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇൻഫിനൈറ്റ് ടൈംസിൽ നമ്മൾ എന്താണോ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാനുള്ള കണ്ടൻറ്റ് അത് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. നമുക്ക് അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം, അതിൻ്റെ ഒരു ഔട്ട്പുട്ടും നോക്കാം. അപ്പോൾ എപ്പോഴാണ് പിന്നെ നമ്മൾ അതിനകത്ത് നിന്ന് എക്സിറ്റ് അടിച്ച് പോരണ്ടേ? Ctrl+C അടിച്ചാൽ മാത്രമേ അതിനകത്ത് നമുക്ക് എക്സിറ്റ് അടിച്ച് പോരാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് സെയിം പ്രോസസ്സ് തന്നെ എങ്ങനെ ഐട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. നമുക്ക് അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. യൂസിങ് സിസ്റ്റം സെമികോളൻ, ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മുന്നേ വീഡിയോകൾ ചെയ്തതാട്ടോ. അതാണ് അങ്ങനെ ഇതൊന്നും റിപ്പീറ്റ് ചെയ്ത് പറയാത്തത്. പിന്നെ പബ്ലിക് ക്ലാസ് ഫോർ എക്സാമ്പിൾ, പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ സ്ട്രിങ് ആർഗ്യുമെൻറ്റ്സ് എന്നൊക്കെ പറഞ്ഞ് നമ്മളുടെ കോഡ് ഇങ്ങനെ തുടങ്ങി. ഇനിയാണ് നമ്മളുടെ ഫോർ ലൂപ്പ്. മറ്റ് ഫോർ ലൂപ്പിനെ പോലെ ഒന്നും ടഫ് ഒന്നുമില്ല, ജസ്റ്റ് സിമ്പിൾ ഫോർ ലൂപ്പാണ്. 2 ബ്രേസിനകത്ത്, 2 കേളി ബ്രേസിനകത്ത് എന്താണ്, പാരന്തസിനകത്ത് എന്താണ്, ഡബിൾ സെമികോളൻ, 2 സെമികോളൻ ജസ്റ്റ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ എന്താണ് അതിനകത്ത് കൊടുക്കുന്ന എക്സിക്യൂട്ട് ചെയ്യേണ്ട സ്റ്റേറ്റ്മെൻറ്റ്, കൺസോൾ റൈറ്റ് ലൈൻ ഇൻഫിനിറ്റീവ് ഫോർ ലൂപ്പ്. നമ്മൾ ജസ്റ്റ് ഇവിടെ ഇതൊരു ഇൻഫിനിറ്റീവ് ഫോർ ലൂപ്പാണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് ഈ ഒരു എക്സാമ്പിളിനകത്ത് കൊടുക്കുന്നത്. നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ലോജിക്കലി നിങ്ങൾക്ക് എന്താ വേണ്ട കോൺസെപ്റ്റൊക്കെ ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മൾ ഈ കേളി ബ്രേസൊക്കെ ക്ലോസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത്രയേ ഉള്ളൂ ഒരു ഇൻഫിനൈറ്റ് ഫോർ ലൂപ്പ്. വളരെ സിമ്പിളാണ്. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ ഇൻഫിനൈറ്റ് ആയിട്ട് ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. അതിന് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഈ ഫോർ ലൂപ്പ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ജനറലി നമ്മുടെ കോഡിങ്ങിനകത്തൊന്നും ഈ ഒരു ടൈപ്പ് അല്ല യൂസ് ചെയ്യുന്നത്. പക്ഷേ നമുക്ക് ഇങ്ങനെ ഒരു ടൈപ്പ് ഫോർ ലൂപ്പും കൂടെ അവൈലബിൾ ആണ് കേട്ടോ. ഔട്ട്പുട്ട് എന്താണ് വരുന്നത്, ഇൻഫിനിറ്റീവ് ഫോർ ലൂപ്പ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്നിട്ടുണ്ട്. അണ്ടിൽ Ctrl+C അടിക്കുന്നത് വരെ അതങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇത്രയാണ് ഇൻഫിനിറ്റീവ് ഫോർ ലൂപ്പിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ കൺസെപ്റ്റ് സിമ്പിളും ആണ്, എന്നാൽ ഇതിനകത്ത് ഇതൊരു ടൈപ്പ് ഓഫ് ഫോർ ലൂപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ 3 ടൈപ്പിലുള്ള ഫോർ ലൂപ്പുകളാണ് ഡിസ്കസ് ചെയ്തത്. ഒന്നിപ്പോൾ നമ്മൾ പറഞ്ഞ ഇൻഫിനൈറ്റ് ഫോർ ലൂപ്പ്. എന്തായാലും ഇൻഫിനൈറ്റ് ഫോർ ലൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മറ്റ് ഫോർ ലൂപ്പിലൊന്നും യൂസ് ചെയ്യുന്ന പോലെ ഇനീഷ്യലൈസ് ചെയ്യേണ്ട ആവശ്യമില്ല, കണ്ടീഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല, ഇൻക്രിമെൻ്റ് ഓപ്പറേഷനോ ഡിക്രിമെൻ്റ് ഓപ്പറേഷനോ ഒന്നും യൂസ് ചെയ്യാത്ത ഒരു ടൈപ്പ് ഫോർ ലൂപ്പാണ് ഇൻഫിനൈറ്റ് ഫോർ ലൂപ്പ്. ഇതിനകത്ത് ജസ്റ്റ് ഒരു ഡബിൾ സെമികോളൻ മാത്രമാണ് കൊടുക്കുക. ഇത് ഇൻഫിനൈറ്റ് ടൈംസ് ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. ഇതിൻ്റെ എക്സാമ്പിൾ നമ്മൾ കണ്ടു. എങ്ങനെയായിരുന്നു, ജസ്റ്റ് 4 കൊടുത്തു, പാരന്തസിൻ്റെ ഇടയിൽ 2 സെമികോളൻ കൊടുത്തു, എന്നിട്ട് ഇൻഫിനൈറ്റ് ഫോർ ലൂപ്പ് എന്ന് പറഞ്ഞ് ഒരു മെസ്സേജും കൊടുത്തു. അതിൻ്റെ ഔട്ട്പുട്ടായിട്ട് ഈ സെയിം മെസ്സേജ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്നു, Ctrl+C അടിക്കുന്നവരെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്നു. ഇത്രയാണ് ഇൻഫിനൈറ്റ് ലൂപ്പിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ നമ്മൾ വേറൊരു ടൈപ്പ് ലൂപ്പ് പറഞ്ഞതായിരുന്നു C# നെസ്റ്റഡ് ഫോർ ലൂപ്പ്. നെസ്റ്റഡ് ഫോർ ലൂപ്പിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ മുന്നേ ഒരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ലൂപ്പിനകത്ത് മറ്റൊരു ലൂപ്പ് കൊണ്ടുവരുന്ന കോൺസെപ്റ്റാണ് ഈ നെസ്റ്റഡ് ഫോർ ലൂപ്പ് എന്ന് പറയുന്നത്.
ഇതിനകത്ത് ഒരു ടൈം ഔട്ടർ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് 1 ടൈം എക്സിക്യൂഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്തേക്ക് ഇന്നറായിട്ട് ഇൻസൈഡിലേക്ക് നമ്മൾ കയറും. പിന്നെ ഇന്നർ ലൂപ്പ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് എത്ര വട്ടമാണോ ചെയ്യേണ്ടത് അത്രയും ടൈം, ഇപ്പോൾ 3 ടൈംസ് ആകും 5 ടൈംസ് ആകും, അത്രയും ടൈപ്പ് അതിൻ്റെ എക്സിക്യൂഷൻ കഴിഞ്ഞതിന് ശേഷമാണ് നെക്സ്റ്റ് നമ്മളുടെ ഔട്ടർ ലൂപ്പിലേക്ക് വരിക. അങ്ങനെ ഔട്ടർ ലൂപ്പിലേക്ക് വരും, അതൊന്നും കൂടി ഇൻക്രിമെൻറ്റ് ചെയ്യുക ഡിക്രിമെൻറ്റ് ചെയ്യുക ഓപ്പറേഷൻ ചെയ്തിട്ട് വീണ്ടും ഇന്നർ ലൂപ്പിലേക്ക് കയറും. എന്നിട്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്യും ഇന്നർ ലൂപ്പ്. പിന്നെയും അതിന് ശേഷം അത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രം വീണ്ടും ഔട്ടർ ലൂപ്പിലേക്ക് പോകും. എന്നിട്ട് വീണ്ടും എക്സിക്യൂഷൻ റിപ്പീറ്റ് ചെയ്യും. അങ്ങനെയാണ് ഇതിനകത്ത് നമ്മൾ പ്രോസസ്സ് നടക്കുന്നത്. നമ്മളിതൊക്കെ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതാണ് ഇവിടെ കണ്ടോ, 4 × i = 1, i <3, i++ എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ 4 × j = 1, j <3, j++. ഇതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയാണ് 1 1 1, പിന്നെ 1 2 3. ഇതെങ്ങനെ വരാൻ കാരണം മനസ്സിലായോ? ഈ 1 1 1 എന്നുള്ളത് ചേഞ്ച് വരാതിരിക്കാൻ, ഫസ്റ്റത്തെ 3 ലൈനിലുള്ള 1 1ന് ചേഞ്ച് വരാതിരിക്കാൻ കാരണം അത് ഔട്ടർ ലൂപ്പ് 1 മാത്രമായിട്ടാണ് ഇതിങ്ങനെ എക്സിക്യൂഷൻ നടന്നത്. അപ്പോൾ ഇന്നർ ലൂപ്പാണ് ചേഞ്ച് വരുന്നത് 1 2 3 കണ്ടോ. പിന്നെ നമ്മൾ ഔട്ടർ ലൂപ്പിൽ ഇൻക്രിമെൻറ്റ് നടക്കുമ്പോൾ 2 വരും, അപ്പോൾ 2 2 2 വരും. ഇപ്പുറത്ത് ഇന്നർ ലൂപ്പ് 1 2 3 ആണ് ചേഞ്ച് വരും. പിന്നെയും ഔട്ടർ ലൂപ്പിലേക്ക് പോകുന്നു, അത് ഇൻക്രിമെൻ്റായി 3 3 3 ആവും. ഇന്നർ ലൂപ്പ് 1 2 3 ആവും. നിങ്ങൾക്ക് ആ വീഡിയോ പോയിട്ട് വാച്ച് ചെയ്താൽ മതി കേട്ടോ, ആ കോൺസെപ്റ്റ് ക്ലിയർ ആവും. ഞാൻ ജസ്റ്റ് ഒന്നും കൂടെ ഈ ഒരു ടൈപ്പ് ലൂപ്പുകൾ ഉണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. പിന്നെ നമ്മളുടെ C# ഫോർ ലൂപ്പ്, സിമ്പിൾ ലൂപ്പ്. ഇതിനകത്ത് നമ്മൾ എന്താ ചെയ്യുക, വേരിയബിൾ ഇനീഷ്യലൈസ് ചെയ്യും, കണ്ടീഷൻ ചെക്ക് ചെയ്യും, ഇൻക്രിമെൻ്റ് ഓപ്പറേഷൻ ചെയ്യും. ഇതാണ് അതിൻ്റെ ഒരു സിൻറ്റാക്സ്. ഫോർ ഇനീഷ്യലൈസേഷൻ, കണ്ടീഷൻ, ഇൻക്രിമെൻ്റ് ഡിക്രിമെൻറ്റ്. പിന്നെ കേളി ബ്രേസിനകത്ത് കോഡ് ടു ബി എക്സിക്യൂട്ടഡ്. പിന്നെ ഇതിൻ്റെ ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷനാണ്. നമ്മൾ ആദ്യം ഇനീഷ്യലൈസ് ചെയ്യും, പിന്നെ അതിനകത്ത് ചേഞ്ചസ് ഒന്നും വരാനില്ല. പിന്നെ കണ്ടീഷനകത്തേക്ക് കയറുമ്പോഴാണ് മാറ്റമുള്ളത്. അതായത് കണ്ടീഷൻ ചെക്ക് ചെയ്യും, ട്രൂ ആണെങ്കിൽ അപ്പോൾ കണ്ടീഷൻ ചെക്ക് ചെയ്യും. എന്നിട്ട് ട്രൂ ആണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. എന്നിട്ട് ഇൻക്രിമെൻ്റ് ഓപ്പറേഷൻ ചെയ്യും, വീണ്ടും കണ്ടീഷനിലേക്ക് പോകും. പിന്നെ ട്രൂ ആണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ചെക്ക് ചെയ്യും. അങ്ങനെ അത് കണ്ടിന്യൂ ചെയ്യുക. ഏത് വരെയാണ് ഉണ്ടെങ്കിൽ ഫാൾസ് ആവുന്നത് വരെ. ഫാൾസ് ആയി കഴിഞ്ഞാൽ നമ്മൾ ആ ലൂപ്പിൽ നിന്ന് അത് എക്സിക്യൂട്ട് ചെയ്ത് എക്സിറ്റ് അടിച്ച് പോരും. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം 4 × i = 1, i < 10, i++. ഇങ്ങനെയാണ് ഇനീഷ്യലൈസേഷനും കണ്ടീഷനും ഇൻക്രിമെൻ്റ് ഓപ്പറേഷനൊക്കെ ചെയ്തിട്ടുള്ളത്. എന്നിട്ട് കൺസോൾ റൈറ്റ് ലൈൻ എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ആവും. ഇങ്ങനെയാണ് അതിൻ്റെ റിസൾട്ട് വരുന്നത്. 1 2 3 4 5 6 7 8 9 10. ഇത് നമുക്ക് വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ വേണ്ടവർ അവിടെ പോയിട്ട് വാച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ കോൺസെപ്റ്റ് ഒന്നുകൂടെ ക്ലിയർ ആവും. ഓക്കെ.